നമസ്കാരം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കെ സുരേന്ദ്രൻ്റെ പ്രചരണത്തിനിടെ ഇപ്പോൾ പി.ടി. ഉഷ എം പി കൂടി നമുക്കൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. മേഡം, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രചരണത്തെയൊക്കെ നോക്കിക്കാണുന്നത്. കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു, ദേശീയ തലത്തിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു മണ്ഡലം. എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം ഒരുപാട് നല്ല വ്യത്യാസം കാണാനുണ്ടാകും. തീർച്ചയായും നല്ല ചേഞ്ചസ് എല്ലാ സ്ഥലത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി 5 വർഷം ഇവിടെ എം പി ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വികാരം ഈ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നതിനെ? നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഓർത്താൽ മതിയില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞ് നമ്മളെന്തൊക്കെ അവരോട് നമ്മൾ പറയുന്നോ അത് ഇലക്ഷൻ കഴിയുമ്പോഴും കുറേയൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കണം. തീർച്ചയായിട്ടും ജനങ്ങളത് മനസ്സിലാക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവരുടെ അപ്രോച്ച് ഉണ്ടാവുക നെക്സ്റ്റ് ടൈം. താങ്കൾ ഈ പ്രചരണ കാലയളവിൽ എവിടേക്കാണ് സന്ദർശനം നടത്തുന്നത് തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഞാൻ കൂടുതൽ സ്പോർട്സിൻ്റെ അടുത്തൊക്കെ പോകാറുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ കൂടെ സ്പോർട്സിൻ്റെ അടുത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ പോകും 2 ദിവസം കഴിയുമ്പോൾ. കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളിലൂടെ യാത്ര ഞാൻ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ എത്തിയില്ലേ, വയനാട്ടിൽ ഇവിടെ എത്തിയില്ല, അതുപോലെ വയനാട്ടിലടുത്തൊക്കെ എത്തും. ക്ഷേച്ചി വന്നതിൽ സന്തോഷം. വളരെ സന്തോഷം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാന കാര്യമാണ്. കാരണം അവർ എം പി ആയതിനു ശേഷം ഈ ബത്തേരിയിൽ തന്നെ ഏതാണ്ട് 30 ലക്ഷം രൂപയുടെ ഒരു പുതിയ മെഷീൻ ഒറ്റയടിക്ക് 30 രോഗങ്ങൾ വരെ പരിശോധിക്കാൻ, ഇവിടെ പ്രത്യേകിച്ചും ആദിവാസികളും പാവപ്പെട്ടവരൊക്കെ ആയതുകൊണ്ട് അവർക്കിനി ഒരു പൈസയുടെ ചിലവില്ലാതെ ബത്തേരി ഹോസ്പിറ്റലിൽ 30 ലക്ഷം രൂപയുടെ ചിലവിൽ അവരുടെ എം പി ഫണ്ടിൽ നിന്ന് അവർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. അംഗവൈകല്യ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഇവിടെ മാനന്തവാടിയിൽ നമ്മൾ നടത്തിയത്, കോട്ടയത്ത് നടത്തിയ പോലെ. അപ്പോൾ അതിൽ കുറേ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാ എം പിമാർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി 5 വർഷം ഒന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് കിട്ടിയ അവസരം ഇപ്പോൾ ശ്രീമതി പി.ടി. ഉഷ പള്ളിക്കത്തോട് പഞ്ചായത്ത് ആദർശ ഗ്രാമമായിട്ട് ദത്തെടുത്തിരിക്കുകയാണ്. എന്തെല്ലാം പദ്ധതികളാണ് അവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈ മനുഷ്യൻ്റെ ഒരു ആദർശ ഗ്രാമവും നമ്മളിവിടെ കാണാനില്ല. മാത്രമല്ല ഇത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റാണ്. അദ്ദേഹം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള ഒരു എം പിയെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. തീർച്ചയായും. എന്തായാലും വയനാട്ടിൽ ലോക്സഭാ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ്റെ പ്രചരണം അത് ഏറ്റവും ഉച്ചസ്ഥായിൽ തന്നെ നിൽക്കുകയാണ്. വയനാട് നിന്നും വൃന്ദാ സുധീഷിനോടൊപ്പം അർജുൻ സി. വനജ്.